നിതിൻ രാജിൻ്റെ ആത്മഹത്യ, തിരഞ്ഞെടുപ്പിലെ വിജയം, നന്ദഗോവിന്ദൻ സ്പജൻ, UDF BJP ഡീൽ തുടങ്ങി നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള LDF കൺവീനർ ഗോവിന്ദൻ മാഷിൻ്റെ സംയുക്ത വാർത്താ സമ്മേളനമാണ്. എല്ലാ വിഷയങ്ങളെയും ചുരുക്കത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട്, ജനങ്ങളോട് ഉണർത്തിക്കുകയാണ്. ഗോവിന്ദൻ മാഷിൻ്റെ വാർത്താ സമ്മേളനത്തിലേക്ക് അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ചില മാധ്യമങ്ങളും UDF പ്രചരിപ്പിക്കുന്ന രീതിയിൽ UDF ഭരണത്തിലെത്തുന്ന സ്ഥിതി ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവർക്കിടയിലുള്ള തർക്കങ്ങൾ മെയ് 4-ാം തീയതി വരെ മാത്രമേ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുള്ളൂ എന്ന കാര്യവും ഞാൻ സൂചിപ്പിക്കുന്നു. UDFൻ്റെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണം LDF BJPയുമായി അന്തർധാര ഉണ്ടാക്കിയിരിക്കുന്നു എന്നതായി. എന്നാൽ അതിൻ്റെ നിജസ്ഥിതി ഇപ്പോൾ കുറേശ്ശെയായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ട് എണ്ണി കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നത് നമുക്ക് മനസ്സിലാക്കാം. കോഴിക്കോട് ജില്ലയിലെ നാദാപുരം, വടകര നിയോജക മണ്ഡലങ്ങളിൽ UDFന് വേണ്ടി വോട്ട് മറച്ചു നൽകിയതിൻ്റെ പേരിൽ BJPയുടെ 7ഓളം പ്രാദേശിക നേതാക്കളെ സംഘടനയിൽ നിന്ന് ഇപ്പോഴും പുറത്താക്കിയിരിക്കുകയാണ്. അങ്ങനെയൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ കോഴിക്കോട് ജില്ലയിലെ വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ കോലിബി സഖ്യം ഉണ്ടായത് നമുക്ക് അറിയുന്നതാണ്. ആ സഖ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. അതേ മണ്ണിലാണ് ഇത്തരമൊരു കൂട്ടുകെട്ട് BJPയിലെ ഒരു വിഭാഗത്തെ UDFൻ്റെ ഭാഗമായി ചേർത്ത് നിർത്തി പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പുറത്തു വന്നിട്ടുണ്ട്. ഷാഫി പറമ്പിലും പാറക്കൽ അബ്ദുള്ളയുമാണ് ഇത്തരം ഒരു ഡീലിന് നേതൃത്വം നൽകിയത് എന്ന വാർത്തയാണ് പുറത്തു വന്നത്. മാത്രമല്ല, ഇതിനെ തുടർന്ന് ഈ മേഖലയിൽ സംഘർഷങ്ങൾ കുത്തിപ്പൊക്കാനുള്ള പരിശ്രമങ്ങളും നടന്നു വരികയാണ്. LDF പ്രവർത്തകർക്കെതിരെ കടന്നാക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ വെളിച്ചത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ബോംബ് ശേഖരം തന്നെ കണ്ടെത്തുന്ന സ്ഥിതി ഉണ്ടായി. ഇത് പിടിച്ചെടുക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഇത്തരം നിലപാടുകളെ തടയുന്നതിന് പോലീസിനെ കടന്നാക്രമിക്കുകയും തടയുകയും ചെയ്യുന്ന സമീപനമാണ് ബോധപൂർവം ആ മേഖലയിൽ UDFകാർ, പ്രത്യേകിച്ച് ലീഗുകാർ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിലെ UDFൻ്റെ പ്രചാരവേലകളെ പ്രതിരോധിക്കാനും പ്രകോപനങ്ങളിൽ വീണുപോകാതെ വളരെ ശ്രദ്ധയോടുകൂടി ആത്മസംയമനം പാലിച്ച് പാർട്ടി പ്രവർത്തകർ ഉണ്ടായ പ്രശ്നങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കണം എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം
സംഘപരിവാർ വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തുണ്ടായ സംഭവങ്ങൾ ഇപ്പോൾ വാർത്താമാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുകയുണ്ട്. അവിടെ പോലീസിനെ ആക്രമിക്കാനും പോലീസുകാരൻ്റെ തല വെട്ടിപ്പൊളിക്കാനും ഒക്കെ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അതിനെതിരായിട്ടുള്ള കേസുകൾ രൂപപ്പെടുമ്പോൾ പോലീസിനെ നിർവീര്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ DGP-മാരായ സെൻകുമാർ, അതുപോലെ തന്നെ ശ്രീരേഖയും ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, അവർ നേതൃത്വം കൊടുത്ത് നടത്തിയിട്ടുള്ള മുദ്രാവാക്യ പ്രചരണങ്ങളുമെല്ലാം കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്തരം ഭരണ സംവിധാനത്തെ നിർവീര്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം എല്ലാ കാലത്തും വർഗീയ ശക്തികൾ നടത്തിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. വർഗീയ ധ്രുവീകരണത്തിനെതിരായി പ്രതിരോധം തീർത്തുകൊണ്ടുള്ള എല്ലാ ജനങ്ങളുടെയും യോജിച്ച പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവണം എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങളെ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനതയാകെ ഒറ്റക്കെട്ടായി എതിർക്കേണ്ടതായിട്ടുണ്ട് എന്നും ചൂണ്ടിക്കാണിക്കുകയാണ്. അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ പ്രശ്നം വളരെ ഗൗരവപൂർവമാണ് കേരളം കൈകാര്യം ചെയ്യുന്നത്. ഡെൻ്റൽ കോളേജിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട മരണപ്പെട്ട സംഭവം നേരത്തെ പറഞ്ഞതുപോലെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതാണ്. ജന്മിത്വത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തകർത്ത കേരളത്തിൽ അതിൻ്റെ ആശയ അടിത്തറ, ജാതീയത അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇങ്ങനെയുണ്ടാവുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോലുമുള്ള സംഭവം. വിദ്യാർത്ഥികളെ തുടർച്ചയായി പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ ചില ഭാഗങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. ജാതീയമായ അധിക്ഷേപത്തിനും അതുപോലുള്ള വിവേചനത്തിനും എതിരായി ഗൗരവതരമായ പ്രതിരോധം എല്ലാ തലങ്ങളിലും ആശയതലത്തിലും നിയമപരമായുമെല്ലാം ഉണ്ടാകേണ്ടതാണ്. കേരളം വളർത്തിയെടുത്തിട്ടുള്ള നവോത്ഥാനപരമായ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് ഇനിയും സാധിക്കേണ്ടതുണ്ട്. ആ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ സമീപനമാണ് ജാതി അധിക്ഷേപത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശക്തിയായ ജാഗ്രത കേരളം ഇതുമായി ബന്ധപ്പെട്ട് പുലർത്തേണ്ടതുണ്ട് എന്നത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ പോലും ഗൗരവപൂർവ്വം നമ്മൾ കാണുന്നു. ഇക്കാര്യത്തിൽ പ്രതികളായവരെ അറസ്റ്റ് ചെയ്യാൻ ജാഗ്രതയായ ഇടപെടൽ ഉണ്ടാവണം. നിയമപരമായ പഴുതുകൾ സൃഷ്ടിച്ച് രക്ഷപ്പെടാനുള്ള കുറ്റവാളികളുടെ ശ്രമങ്ങളെ പ്രതിരോധിക്കാനും കഴിയണം. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്കെതിരായിട്ട് വളർന്നു വരുന്ന ഇത്തരം പീഡനങ്ങളെ തുറന്നു കാട്ടുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള കരുത്ത് വിദ്യാർത്ഥി സമൂഹത്തിന് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കേണ്ടതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത്. എന്നാൽ
വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ദുർബലമാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നത് ഇത്തരം ഇടങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രവണതകൾ ശക്തിപ്പെടുന്നതിന് അടിസ്ഥാനമാകുന്നു എന്നുള്ളതാണ് വസ്തുത. കലാലയത്തിനകത്ത് ജനാധിപത്യപരമായ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ആവശ്യകതയാണ് ഈ സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നിരോധിക്കപ്പെട്ട മേഖലയാണ് മിക്കവാറും സ്വാശ്രയ കോളേജുകളെല്ലാം, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളെല്ലാം. ഇത് വളരെ ഗൗരവവും കേരളം പരിഗണിക്കേണ്ടുന്ന പ്രശ്നമായിട്ട് മാറുക. ഇതേപോലെ ഓരോ പ്രധാനപ്പെട്ട പ്രശ്നം നന്ദഗോവിന്ദം ഭജൻസ് എന്ന വളരെയേറെ ക്ഷേത്രങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലുമെല്ലാം നടന്നു വരുന്നൊരു പരിപാടിയുടെ ഭാഗമാണ്. കേരളത്തിലെ സമൂഹം കൊണ്ടു നടക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെ നിരവധി രൂപങ്ങൾ നമ്മുടെ മതവിശ്വാസങ്ങളിലും ആഘോഷങ്ങളിലും നിലനിൽക്കുന്നു. ഇത്തരത്തിൽ ജനതയെ യോജിപ്പിച്ച് നിർത്തുന്ന സംവിധാനങ്ങളെയെല്ലാം സൂക്ഷ്മതലത്തിൽ തന്നെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളാണ് മതരാഷ്ട്രവാദികൾ സ്വീകരിക്കുന്നത്. നമ്മുടെ സാമൂഹിക ജീവിതത്തിനകത്തുള്ള കൂട്ടായ്മയുടെ തലങ്ങളെ വെട്ടിമാറ്റാനുള്ള ബോധപൂർവമായ ഇടപെടലുകൾ ഈ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യപ്പ വിശ്വാസത്തിൻ്റെ ഭാഗമായ ബാബരും അയ്യപ്പനും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള പ്രചരണങ്ങൾ സംഘപരിവാർ നേതൃത്വം ഇപ്പോൾ വ്യാപകമായ പ്രചരണത്തിലൂടെ ഞാൻ ഈ പറഞ്ഞതുപോലെ നടത്തുന്നുണ്ട്. കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളും ഒന്നായി കൊണ്ടാടുന്ന ഓണം പോലുള്ള ആഘോഷങ്ങളെ വാമന ജയന്തിയായി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രചരണവും ഈ പറയുന്ന സംഘപരിവാർ വിഭാഗം കുറച്ചു കാലമായിട്ട് നടത്താൻ ആരംഭിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ പണം സർക്കാർ അപഹരിക്കുന്നു എന്ന വ്യാപകമായ പ്രചാരവേല ഒരു സന്ദർഭത്തിൽ കേരളത്തിലുടനീളം സംഘടിപ്പിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്ര ജീവനക്കാർ ക്രിസ്ത്യാനികളാണെന്ന പ്രചരണവും അത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളും ഇതോടൊപ്പം പ്രചരിപ്പിക്കുന്ന നില ഉണ്ടായി. ഇതിൻ്റെ തുടർച്ചയിലാണ് നന്ദഗോവിന്ദം ഭജൻസ് അവതരിപ്പിച്ച ക്രിസ്തീയ ഭജനയ്ക്കെതിരെ ഹിന്ദുമത വർഗീയവാദികൾ രംഗത്ത് വന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. കോട്ടയം ജില്ലയിലെ വെൺപിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നന്ദഗോവിന്ദം ഭജൻസ് ക്രിസ്തീയ ഗാനം പാടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘപരിവാർ വിഭാഗങ്ങൾ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുക. ഈ ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അടുത്ത പള്ളികളിലും വിളക്ക് തെളിയിക്കുകയും ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങുകളെ പിന്തുണക്കുകയും വിളക്ക് കൊളുത്തി വരവേൽക്കുകയും ചെയ്യുന്ന രീതിയാണ് അവിടെ മതസൗഹാർദ്ദത്തെ അടിസ്ഥാനപ്പെടുത്തി നിലനിൽക്കുന്നത്. മതവിശ്വാസികൾ തമ്മിൽ പരസ്പരം അംഗീകാരത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന സമ്പ്രദായമാണ് അവിടെ ഉള്ളത്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അവിടുത്തെ സംഭവങ്ങളെ മനസ്സിലാക്കേണ്ടത്.
ക്ഷേത്രത്തിൻ്റെ പരിപാടിയുടെ ഭാഗമായി ഭജൻസ് നടത്തിയിട്ടുള്ളത് ക്ഷേത്രത്തിന് പുറത്തുള്ള മൈതാനിയിൽ വെച്ചാണ്. പള്ളിയുടെ സ്ഥലം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ഉത്സവ പരിപാടികളെല്ലാം നടത്തിവരുന്നത്. പരിപാടിയുടെ വീഡിയോ പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇത്തരമൊരു സാമൂഹ്യ അന്തരീക്ഷം അവിടെ നമ്മളെല്ലാം ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ ഞാനൊരു ക്രിസ്ത്യൻ ഭജന പാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭജനയുടെ ഭാഗമായി ക്രിസ്ത്യൻ ഭജന പാടുന്ന നില സ്വീകരിച്ചു. ജനങ്ങളൊന്നാകെ അതിനെ കൈയടിച്ച് സ്വീകരിക്കുന്ന നിലയാണ് നമ്മൾ കാണുന്നത്. അത് ആസ്വദിക്കുന്ന നിലയും നമ്മൾ വന്നു. ആരിലും അസ്വാഭാവികമായ ഒരു തോന്നലും അതുണ്ടാക്കുന്നതും ഇല്ല. എന്നാൽ ഇതിനെതിരെ വർഗീയ ചിന്ത പ്രചരിപ്പിക്കുന്നതിന് ഇടപെടുന്ന സംഘപരിവാർ വിഭാഗം ഇത് തെറ്റായിപ്പോയി എന്നും ഇത് പരിപാടി നടത്തിയ ഭജൻസിനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന നില ഉണ്ട്. വളരെ ആരോഗ്യകരമായൊരു കാര്യം, ഇതിനെതിരെ ക്ഷേത്ര കമ്മിറ്റി ഈ കള്ള പ്രചാരവേലയെ ശക്തിയായിട്ട് അവലംബിക്കുകയും എതിർക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വിമർശനം തെറ്റാണ് എന്ന് ക്ഷേത്ര കമ്മിറ്റി ഈ പരിപാടിയെയും ഇവിടെ അവതരിപ്പിച്ച രീതിയെയും എല്ലാം പിന്തുണച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചു. വർഗീയതയ്ക്കെതിരെയുള്ള മതവിശ്വാസികളുടെ നിലപാടിൻ്റെ ഭാഗമാണ് ഇത്. മതവിശ്വാസവും വർഗീയതയും രണ്ടും രണ്ടാണെന്ന് ഇത് കൃത്യമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇക്കാര്യത്തിൽ പക്വതയാർന്ന സമീപനമാണ് ഭജൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഭജൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട് അവർ ചൂണ്ടിക്കാണിക്കുകയുണ്ട്. അവർ പറഞ്ഞത് ഈ സംഘത്തിൻ്റെ ലക്ഷ്യം ഭക്തിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ആകെ യോജിപ്പിച്ച് മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളതാണ്. ആ യോജിപ്പിൻ്റെ നിലപാടാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. മതം ഏതാണ്, ആ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടാണ് ഇവർ സ്വീകരിച്ചത് എന്നത് സാമൂഹിക ജീവിതത്തിൽ ആരോഗ്യകരമായ പ്രവണതയായിട്ട് കാണേണ്ടതാണ്. ഇന്ത്യയുടെ സാമൂഹ്യ ചരിത്രത്തിൽ എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങളെ യോജിപ്പിക്കാൻ, പാവപ്പെട്ട മനുഷ്യർക്ക് ശബ്ദം നൽകാനുമെല്ലാം ഉതകുന്ന സമീപനം ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നു എന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇന്ത്യയിലെ നവോത്ഥാനപരമായ ചിന്തകളുടെയും മനുഷ്യരെ ഒന്നായി കാണുന്ന സമീപനത്തിൻ്റെ വക്താക്കൾ കൂടിയായാണ് ഭക്തിപ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടത്. എല്ലാ മതത്തിലും വിശ്വാസങ്ങളിലും പെട്ട ആളുകൾ മനുഷ്യ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോജിച്ചു നിൽക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്ക് ഉള്ളത്. ഈ പാരമ്പര്യത്തെ പിൻപറ്റിക്കൊണ്ടാണ് നന്ദഗോവിന്ദം ഭജൻസും പ്രവർത്തിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരതാണ് വിശദീകരിച്ചത്. എല്ലാ മതവിശ്വാസത്തെയും ബഹുമാനിക്കുകയും പരസ്പരം ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന
നമ്മുടെ പാരമ്പര്യത്തെ നാം പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ നിലയിൽ വിജിലൻസിൻ്റെയും ക്ഷേത്ര സമിതിയുടെയും നിലപാടുകളെ നല്ല നിലയിൽ ശ്ലാഘിക്കുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ ആഘോഷങ്ങളെയും മറ്റും സ്വയം ഭാഗവാക്കാക്കി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇത്തരം ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതുകൂടി ഗൗരവം കാണേണ്ടതാണ്. എല്ലാ മതവിശ്വാസികളും പരസ്പരം സ്നേഹത്തോടെയും യോജിച്ചു നിന്നുകൊണ്ട് നടത്തുന്ന എല്ലാവിധ ശ്രമങ്ങളെയും ശക്തിയായി പിന്തുണച്ചുകൊണ്ട് കേരളത്തിൻ്റെ മതനിരപേക്ഷ സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിന് അനിവാര്യമായ ഒന്നായി അത് മാറും എന്ന് ഞങ്ങൾ കാണുന്നു. മതസൗഹാർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സംരംഭങ്ങളെ വർഗീയമായി ധ്രുവീകരിക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾക്കെതിരെ നല്ല ജാഗ്രത ഉണ്ടാവണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുക. ജീവിതത്തിൻ്റെ സൂക്ഷ്മതല മേഖലയിൽ വർഗീയമായി ധ്രുവീകരിക്കുന്നതിൻ്റെ ഭാഗമായി പരസ്പരം ചേർന്ന് നിൽക്കുന്ന ആചാരത്തെയും ജീവിതത്തെയും മതവിരുദ്ധമെന്ന് കാണിച്ച് തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് നല്ല ജാഗ്രതയോടെ കൂട്ടായ്മ തീർക്കാൻ, പ്രതിരോധം തീർക്കാൻ കേരളത്തിനാവണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. മെയ് 4 വരെയുള്ള കാത്തിരിപ്പാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആകാംക്ഷയും ഉത്കണ്ഠയുമൊക്കെ. എന്തായാലും നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കാം ആര് കേരളത്തിൻ്റെ ഹൃദയം കവരുമെന്ന്.